ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഫ്രഞ്ച് വിപ്ലവം തകർത്ത് തരിപ്പണമാക്കിയെന്ന് കരുതിയ ഫ്രാൻസിലെ കത്തോലിക്ക സഭയിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മധ്യസ്ഥയും വേദപാരംഗതയുമായ ഒരു വിശുദ്ധ പുഷ്പം വിരിയാൻ ദൈവം തിരുവുള്ളമായി. അതെ, അവൾ മറ്റാരുമല്ല, ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയായ വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധ ലൂയി മാർട്ടിൻ സെലിഗ്വരിൻ ദമ്പതികൾ തങ്ങളുടെ 5 മക്കളെയും ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു. തന്റെ 5ാമത്തെ മകളും കർമ്മലമഠത്തിൽ ചേരാനുള്ള അവളുടെ ആഗ്രഹം പിതാവിനെ അറിയിച്ചപ്പോൾ ദൈവഹിതം ഗ്രഹിച്ച് ആശ്വസിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എന്റെ മക്കളെ ഓരോന്നോരോന്നായി കാരുണ്യവാനായ ദൈവം എന്നോട് ദാനം ചോദിക്കുന്നത് എനിക്ക് എത്ര വലിയ ബഹുമതിയാണ്. മക്കളെ ദൈവത്തിനായി സമർപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ബോധ്യമാണ്. കുടുംബത്തിൽ നിന്നും വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് ലഭിച്ച ദൈവവിളിയുടെ വിത്ത് കാർമലിൽ നടുന്നതിന് ദൈവം തിരുമനസ്സായി. ഒരുപാട് പ്രതിസന്ധികളെയും സഹനങ്ങളെയും ത്യാഗങ്ങളെയും ഒക്കെ അവൾ അതിനുവേണ്ടി തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാർമലിലേക്ക് ദൈവം തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ആത്മാക്കളെ നേടാനാണ്, വിശേഷ്യ വൈദികരുടെ ആത്മാക്കളെ നേടാൻ എന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു. ജീവിതത്തിലെ സാധാരണ കൃത്യങ്ങൾ, ശ്വാസനിശ്വാസങ്ങൾ, നാഡീഞരമ്പുകളുടെ ഇളക്കങ്ങൾ, സഹനങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അനുദിന ജോലികൾ ഇവയെല്ലാം അസാധാരണ സ്നേഹത്തോടെ അവൾ ചെയ്തു. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ശിശുവായി തീരുക എന്നതാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ശിശുതുല്യ നൈർമല്യം അവൾ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. എന്ത് ചെയ്താലും സ്നേഹത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ അവൾ ചെയ്തു. അവൾ പറയുന്നു, സ്നേഹം എന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച നാൾ മുതൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ദാഹം ജ്വലിച്ചുയർന്നു. ഈശോ എന്നെ ആത്മാക്കളെ പിടിക്കുന്നവളാക്കി മാറ്റി. അന്നു മുതൽ ഞാൻ സൗഭാഗ്യവതിയായി. ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്കും തേടാം. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ദൈവത്തിന്റെ രൂപം ചിത്രീകരിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന കൊച്ചു തൂലികകളാണ് നാം എന്ന ബോധ്യത്തിൽ നമുക്ക് വളരാം. ഈ ലോകത്ത് സ്വയം ചെറുതായിക്കൊണ്ട് സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധയുടെ മാധ്യസ്ഥം അതിനായി നമുക്ക് അപേക്ഷിക്കാം. എല്ലാവർക്കും തിരുനാളിന്റെ സ്നേഹമംഗളങ്ങൾ.